ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് പറയുന്നത്. രേവതിക്ക് ആദ്യമായിട്ട് വലിയൊരു ഓർഡർ കിട്ടാണ്. അതിന് രേവതി പോവരുത്. രേവതി ഒരിക്കലും ബിസിനസ്സിൽ വളരാൻ വേണ്ടി പാടില്ല. ഇതോട് കൂടിയിട്ട് രേവതിയുടെ ബിസിനസ് തകർന്നു പോകണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ചന്ദ്രമതിയും അതുപോലെ തന്നെ ഹേമയും കൂടി ചേർന്നിട്ടാണ് പദ്ധതി ഒരുക്കുന്നത്. എന്നാൽ ആ പദ്ധതിയെല്ലാം തകർത്തുകൊണ്ട് തന്നെ നമ്മുടെ രേവതി മുൻനിരയിലേക്ക് വരുന്നതായിട്ട് എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ദിവസം തന്നെ രാവിലെ രേവതി ഭയങ്കര കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. ഉച്ചയത്തേക്കുള്ള ഭക്ഷണം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് വേണം രേവതിക്ക് പോവാൻ. അതിനിടയ്ക്ക് രേവതി ചേച്ചിമാരെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ അടുത്ത് പൂക്കളെല്ലാം വന്നോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പം കുറച്ച് സമയത്തിനുള്ളിൽ വരും എന്നാണ് അവർ പറയുന്നത്. സച്ചേട്ടനും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വരും. ഞാൻ സച്ചേട്ടനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. ചേച്ചിമാരെല്ലാവരും കൂടി ചേർന്ന് പൂക്കട്ടൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടൊന്ന് സഹായിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ചേച്ചിമാരാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് നീ എപ്പോഴാ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിതാ ഉച്ചത്തേക്കുള്ള ഭക്ഷണം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാനും ഇറങ്ങുന്നതാണ് രേവതി പറയുന്നത്. രേവതിയുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇന്നും രേവതി നീ തന്നെ ചെയ്യണോ എന്നുള്ള കാര്യമാണ് അവര് ചോദിക്കുന്നത്. എല്ലാ ദിവസവും ചേച്ചി ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നാണ് രേവതിയുടെ മറുപടിയെ. ഞാൻ എന്തായാലും പണികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് അങ്ങോട്ടേക്ക് എത്താ എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട്. ഉടനെ തന്നെ സച്ചി അടുക്കളയിലേക്ക് വരുവാണേ. രേവതി റെഡിയാണോ എന്ന് ചോദിക്കുമ്പോ സച്ചേട്ടാ ഇപ്പൊ റെഡിയാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ഭക്ഷണത്തിന്റെ കാര്യമല്ല രേവതി ചോദിച്ചത്, പൂ വാങ്ങാൻ വേണ്ടിട്ട് പോണല്ലോ അതിന്റെ കാര്യത്തെ കുറിച്ചാണ്. ഞാൻ ചേച്ചിമാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവര് പൂക്കളെല്ലാം കൊട്ടയിൽ കെട്ടിവെച്ചോളും. സച്ചേട്ടൻ അത് കാറിൽ കയറ്റിയിട്ട് മണ്ഡപത്തിന്റെ അവിടെ കൊണ്ടുപോയി ഇറക്കിയാൽ മതി. പോകുന്ന സമയത്ത് ശരത്തിനെയും കൂടി കൂട്ടിക്കൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട്. ശരത്തിനെ എന്തിനാണ് കൂട്ടുന്നത്, അവൻ പഠിക്കുന്ന പയ്യനല്ലേ, അവൻ പഠിച്ചോട്ടെ എന്ന് പറയാണേ. അതല്ല സച്ചേട്ടാ, ഇന്ന് അവന് ക്ലാസ് ഇല്ല അതുകൊണ്ട് പറഞ്ഞതാണ്. സച്ചേട്ടന് ഒരു സഹായം ആവുമല്ലോ. അത് കേൾക്കുമ്പോ ആ ശരിയെന്ന് സച്ചിയും പറയുന്നുണ്ട്. നീയും കൂടി വാ എന്ന് പറയുന്നുണ്ട്. ഇല്ല സച്ചേട്ടാ, എനിക്ക് ഉച്ചത്തെ ഭക്ഷണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. സച്ചേട്ടൻ പൂവെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം പൊക്കോളാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ജോലിക്ക്. ഞാൻ ഇന്ന് ജോലിക്ക് പോവാനോ? എന്റെ ഭാര്യ ആദ്യത്തെ തവണയാണ് വലിയൊരു ഓർഡർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് എന്റെ ഭാര്യ നന്നായിട്ട് ചെയ്ത് തീർക്കുന്നത് എനിക്ക് എന്റെ കണ്ണാലെ നേരിട്ട് കാണണം. ഇന്ന് കാർ ഓടാൻ വേണ്ടി പോകുന്നത് നിന്റെ മണ്ഡപ ഡെക്കറേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതും നമ്മുടെ ജോലിയല്ലേ, ഇത് ഇന്ന് പക്കയായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിട്ട് പോവാണ്. അതെല്ലാം നിന്റെ കൂടെ നിന്നിട്ട് ഞാനും ആസ്വദിക്കണ്ടേ. ഓ, എന്റെ ഭർത്താവിന് എന്നോട് എന്തൊരു സ്നേഹമാണ്. ശരി രേവതി, ഞാൻ വേഗം തന്നെ പോയിട്ട് പൂക്കളെല്ലാം കൊണ്ടുവച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഹേമ വിളിക്കുന്നുണ്ട് കേട്ടോ. ഹേമയും ചന്ദ്രമതിയും കൂടി ചെറിയ കൂട്ടൊക്കെ ആയിട്ടുണ്ട്. കാരണം രേവതിയെ തകർക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയാണ് ഏറ്റവും നല്ല ആയുധം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹേമ ചന്ദ്രയുമായിട്ട് അടുത്തത്. ഫോൺ ചെയ്ത ഉടനെ തന്നെ പറയുന്നത്, ഇന്നത്തെ തീയതി നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങളുടെ മരുമകൾ ഇന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പാടില്ല, അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ എനിക്ക് മനസ്സിലായി, അവള് ഇന്ന് ഈ വീട് വിട്ടിട്ട് എങ്ങോട്ടും പോയില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഫോണും വെക്കുന്നുണ്ട്. അത്രയും നേരം റൂമിനുള്ളിലിരുന്ന ചന്ദ്രയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെ എങ്ങനെയാണ് വീട്ടിൽ പിടിച്ചു നിർത്തുന്നത്, അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ വീട്ടിലുള്ള എല്ലാവരെയും പുറത്തേക്ക് അയക്കണം. അങ്ങനെ ചന്ദ്ര നോക്കുന്ന സമയത്ത് സുധി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധിക്ക് അരികിലേക്ക് പെട്ടെന്ന് ചെന്നിട്ട്, നീ എന്താടാ എത്ര നേരമായി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, ഇല്ല അമ്മേ, ഞാനിതാ ഇപ്പൊ കഴിക്കാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാൻ വേണ്ടി നോക്കടാ. അല്ല ശ്രുതി, നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. ആന്റി, എനിക്ക് ABC ജ്യൂസ് മതി എന്ന് പറയാണേ. അതെ ABC ജ്യൂസ് ശരീരത്തിന് നല്ലതാണ്, നീ കുടിച്ചിട്ട് വേഗം പോവാൻ വേണ്ടി നോക്കൂ ശ്രുതി. അങ്ങനെ ചന്ദ്ര ഭയങ്കര ധൃതി കാണിക്കുകയാണല്ലോ. ശ്രുതി വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരു ദോശയും കൂടി തിന്നട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുവാണേ. എടാ, മൂക്കുമുട്ടം തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ പോയിട്ട് ഉറങ്ങേണ്ടി വരും. പാതി വയറ് കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഉഷാറോട് കൂടിയിട്ട് പണിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോവാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഭയങ്കര ധൃതി കാണിക്കുവാണേ. അമ്മ എന്തിനായിരിക്കും ഇത്രയും ധൃതി കാണിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്ന മട്ടിൽ ശ്രുതി അവിടെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് രവി ആണെങ്കിൽ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വർഷയാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. രേവതി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്ക് രേവതി വരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരില്ല എന്ന് വർഷ പറയുന്നുണ്ട്. അയ്യോ വർഷ, ഞാൻ ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രേവതി പറഞ്ഞു കേട്ട ഉടനെ തന്നെ ഞാൻ അത് പിന്നീട് വന്ന് കഴിച്ചോളാം എന്നാണ് വർഷ പറയുന്നത്. അതിനിടയ്ക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ, നീ എന്തിനാടി അവളെ തീറ്റിക്കാൻ വേണ്ടി നിൽക്കുന്നത്, അവള് പുറത്തുനിന്ന് കഴിച്ചോളാം എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ, നിന്റെ പ്രശ്നം എന്താണ് വർഷ, നീ വേഗം പോകാൻ വേണ്ടി നോക്കുന്നു പറയാണേ. അതിന് ആന്റി ശ്രീകാന്ത് വരണം. ഓ, അവൻ വരണോ അല്ലേ. എടാ ശ്രീകാന്ത്, നീ അവിടെ എന്ത് ചെയ്യാനെടാ, ജോലിക്ക് പോകാൻ സമയമായി, എന്നിട്ടും നീ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് പുറത്തേക്ക് വരുന്നുണ്ട്. ദേ അമ്മേ, പോവാൻ വേണ്ടിട്ട് റെഡിയായി ഇറങ്ങിയെന്ന് പറയുന്നുണ്ട്. ചേച്ചി, ഞാനും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ല
തരില്ല, എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്, ഒരു ദോശ ചുട്ടു തരുമെന്ന് ചോദിക്കുകയാണ്. അതിനെന്താ ശ്രീകാന്ത്, ഞാൻ ചുട്ടുതരാ എന്ന് പറഞ്ഞിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ട് രേവതി പോകുന്നുണ്ട്. അതിനിടയ്ക്ക് രേവതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ രേവതി എല്ലാം കൂടി ചെയ്യുന്നത്, നീ അവിടെ ഇരിക്കും, ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയാണ്. സച്ചി ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കാണുമ്പോഴേക്കും സുധിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മുട്ടദോശ വേണമെന്ന് അവിടുന്ന് ഓർഡർ ഇടുന്നുണ്ട്. എങ്ങനെയെങ്കിലും സുധിയും എല്ലാവരും അവിടെ നിന്ന് ഓടിക്കണല്ലോ. അതിനു വേണ്ടിയിട്ട് ചന്ദ്രയാണെങ്കിൽ എടാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ, എണീറ്റ് പോടാ എന്ന് പറയണേ. എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നീ കഴിക്കടാ എന്ന് പറയുവാണല്ലോ, ഇന്ന് മാത്രം എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, വേഗം പോ എന്ന്. നീ എന്തിനാടാ അവരുടെ അടുത്ത് പോയിട്ട് ദോശ ഉണ്ടാക്കി തരാൻ വേണ്ടി പറയുന്നത്. അവസാനം അവര് പറയും നിന്റെ ഭാര്യയെ കൊണ്ട് ദോശ ഉണ്ടാക്കിപ്പിക്കാൻ. ഇത് അടുക്കളയിൽ നിന്ന് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി, ഇന്നാണ് അമ്മ എന്റെ മനസ്സറിഞ്ഞ് പറയുന്നത്, കേട്ടില്ലേടാ അവിടെ ആരംഭിച്ച് നീ വേഗം തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് സുധിയും ശ്രുതി അവിടുന്ന് പറഞ്ഞു വിടുവാണേ. അവര് പോയല്ലോ. ഇനിയിപ്പോ അടുത്തത് ശ്രീകാന്തിനാണ് പറഞ്ഞയക്കേണ്ടത്. ശ്രീകാന്ത് ദോശയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. എടാ നീ ഹോട്ടലിലേക്കല്ലടാ പോകുന്നത്, നിനക്ക് അവിടുന്ന് കഴിച്ചാൽ പോരെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അത് എത്രയായാലും രേവതി ചേച്ചി ഉണ്ടാക്കുന്ന ആ ദോശ പോലെ ആവില്ലല്ലോ എന്ന് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടിയിട്ട് അവളെ അങ്ങ് മേലെ കയറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്ര അങ്ങ് പോവാണേ. സച്ചി ദോശ ചുടാൻ വേണ്ടി പോവാണ്. രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചിയേട്ടൻ ഞാൻ ചെയ്തോളാം എന്ന്. രേവതി, നീ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവസാനം നീ ഭക്ഷണം കഴിക്കാതെ പോകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ശ്രീകാന്തിനൊപ്പം ചെന്നിരിക്കും, ഞാനും നിനക്കും ദോശ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണേ. രേവതി ആണെങ്കിൽ മടിച്ച് നിൽക്കുമ്പോഴേക്കും ദോശ ചുട്ടിട്ട് സച്ചി കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറയണം. ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് രേവതി പറയുമ്പോ ജോലി എന്ന് പറഞ്ഞിട്ട് നീ ഓടും. അതിനിടയ്ക്ക് ഭക്ഷണത്തിന്റെ കാര്യം നീ മൊത്തം മറക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട വർഷയാണെങ്കിൽ ചേച്ചി ഇന്ന് വലിയ ഓർഡർ ആണെന്നൊക്കെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, കാരണം വർക്ക് കൂടുതൽ ഉണ്ടാവുമല്ലോ. കേട്ടില്ലേ വർഷ പറഞ്ഞത്, രേവതി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ മൂടിന് തീ പിടിച്ചതുപോലെ ഇങ്ങനെ നടക്കുവാണേ. എല്ലാവരും പോയി കഴിഞ്ഞാൽ മാത്രമാണല്ലോ രേവതി അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. കാരണം വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ധൃതി പിടിച്ചിങ്ങാണ്ട് അവിടുന്ന് ഓടിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ ടൈം ആണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിയാഞ്ഞത് കാണുമ്പോൾ വീണ്ടും അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. നീ ഇത്ര നേരമായിട്ടും കഴിഞ്ഞില്ലേടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആന്റി എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നെന്ന് വർഷ ചോദിക്കുമ്പോ പോകാതെ ഇവിടെ തടുത്ത് നിർത്തണല്ലോ എന്ന് പറയാണേ. എന്താ ആന്റി പറഞ്ഞത്? ഏയ് അതല്ല, ഇവൻ ഹോട്ടലിലേക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ ഒക്കെ പോവാതെ നിർത്തണല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉരുണ്ട് കളിക്കുവാണേ. അത് കഴിഞ്ഞ് അവര് കയ്യും കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞല്ലോ, അവര് പോകുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും രേവതിക്ക് ഒരു ദോശയും കൂടി ചുട്ടു കൊണ്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മതിയെന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും ഇതും കൂടി കഴിക്കണം, നീ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ഇരുത്തിയും കൊണ്ട് തന്നെ നമ്മുടെ സച്ചി കഴിപ്പിക്കുകയാണ് കേട്ടോ രേവതിയെ. ഇതെല്ലാം കണ്ടിട്ട് ചന്ദ്രയ്ക്ക് അങ്ങനെ കേറുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സച്ചി അവിടുന്ന് പോവാണ്. വീട്ടില് രേവതിയും അതുപോലെ തന്നെ ചന്ദ്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. രേവതി ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ക്ലീനിങ്ങും കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചന്ദ്രമതി പുറത്ത് നിന്നിട്ട് ഇവളിപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിർത്താൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കൈക്ക് എന്തോ പറ്റിയതുപോലെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ. കൈ അനക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കിടന്ന് അലറുന്നത്. ചന്ദ്ര കിടന്ന് അലറുന്ന ശബ്ദം കേട്ടിട്ട് രേവതി അരികിലേക്ക് വരുന്നുണ്ട്. എന്തു പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോ അയ്യോ എന്റെ കൈ തിരിഞ്ഞു പോയേന്ന് പറയുവാണ്. അയ്യോ ഇത്ര നേരം അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, അല്ലെങ്കിലും ഈ തിരിച്ചിലൊക്കെ വരിക പെട്ടെന്നല്ലേ, പറഞ്ഞിട്ടൊക്കെയാണോ വരുമെന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അയ്യോ അമ്മയ്ക്ക് നല്ല വേദന ഉണ്ടല്ലേ, ഞാന് സച്ചിയെ വിളിച്ചിട്ട് വരാൻ വേണ്ടിട്ട് പറയാന്ന് പറയാണ്. സച്ചിയെ വിളിക്കുന്ന കാര്യം കേട്ട ഉടനെ തന്നെ വേണ്ട അവനെന്തിനാ വിളിച്ചു വരുത്തുന്നത്, ഇതിന് കൈവൈദ്യ നല്ലത്, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് നടക്കാൻ പോലും വയ്യ, ആദ്യം എന്നെ ഒന്ന് പിടിച്ചിട്ട് റൂമിൽ കൊണ്ട് ഇരുത്തെന്ന് പറയാണേ. അമ്മ ഞാൻ അമ്മയുടെ ദേഹത്ത് തൊട്ടോട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ ഈ സമയത്ത് ഇനിയിപ്പോ വേറെന്താ ചെയ്യാൻ വേണ്ടി പറ്റുക, നീ എന്നെ കൊണ്ടുപോയി ഇരുത്തെന്ന് ചന്ദ്ര പറയുന്നത് കേൾക്കും. രേവതി കൊണ്ടുപോയിട്ട് മുറിയിൽ ഇരുത്തുവാണ്. മുറിയിൽ കൊണ്ടേ ഇരുത്തിയതിനു ശേഷം ഐസ് ക്യൂബ്സ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഓരോ മണിക്കൂർ ഇടപെടുന്ന സമയത്ത് ഐസ് വെച്ച് കൊടുക്കണം, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് പിടിക്കണം. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ശരിയാവുമെന്ന് പറയണേ. വൈകുന്നേരം ആകുമ്പോഴേക്കോ അങ്ങനെയാണെങ്കിൽ അമ്മയെ ഡോക്ടറെ അടുത്ത് പോവാന്ന് പറയുമ്പോ അതൊന്നും വേണ്ട, ആദ്യം നീ ഞാൻ പറഞ്ഞത് പോയി ചെയ്യേ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കുരുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. വേണ്ടി പോയ രേവതിയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പം വൈകുന്നേരം ആവുന്നൊക്കെയാണല്ലോ പറയുന്നത്, എനിക്കാണെങ്കിൽ മണ്ഡപത്തിൽ പോവുകയും വേണം, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണേ. അതേസമയം ചന്ദ്ര മുറിയിൽ ഇരുന്നു കൊണ്ട് നിനക്ക് ഡെക്കറേഷന് പോകണം അല്ലേ, നീ ഇന്ന് ഇവിടുന്ന് പുറത്ത് പോകുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ചിരിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ മുറിയിലിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഐസ് ഇങ്ങനെ കിഴിയിൽ കെട്ടിയിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ചൂട് പിടിച്ചു കൊടുക്കണം എന്ന് പറയാണ്. അതിനിടയ്ക്ക് പോയിട്ട് സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ്. സൂപ്പ് ഒന്ന് രേവതി ചോദിക്കുമ്പോൾ അതെ ഇങ്ങനെ ആയതിന് സൂപ്പ് നല്ലതാണ്, നീ വേഗം തന്നെ പോയിട്ട് സൂപ്പ് എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട്. കൈക്ക് തണുപ്പ് വെച്ചുകൊണ്ട് തന്നെ കൈ മൊത്തത്തിൽ മരച്ചു പോകുന്നുണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത കൈയിലേക്കാണല്ലോ
ഐസ് വെച്ച് കൊടുത്തത്. അതുകൊണ്ട് നന്നായിട്ട് മരച്ചിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ കിടന്ന് തുള്ളുന്നൊക്കെ ഉണ്ട്. രേവതി സൂപ്പ് വെക്കാൻ വേണ്ടി പോയ സമയത്ത് പുറത്തിറങ്ങിയ രേവതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോ ശരിയാവാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആവുന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ മണ്ഡപത്ത് പോകണം, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ രേവതി. ഫോൺ എടുത്ത് വിളിക്കുന്നത് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ ഇറങ്ങിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച്. കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നും കൂടി പറയുവാണ്. അവിടെ ശരത്തും അതുപോലെ ദേവും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇല്ല സച്ചിയേട്ടാ, ഞാൻ ഇപ്പോഴും വീട്ടിൽ തന്നെയാണ് ഉള്ളതെന്ന് പറയുമ്പോൾ, സമയമായില്ലേ രേവതി, നീ എന്താ ഇത്രയും നേരമായിട്ട് ഇറങ്ങാത്തത്? അത് അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ, കൈക്ക് പെട്ടെന്ന് എന്തോ വേദന പോലെ വന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇതിനു മുമ്പ് ഒരു തവണ ഉണ്ടായിട്ടുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രേവതി, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് പോരെന്ന് പറയണേ. ഇല്ല സച്ചിയേട്ടാ, ഈ അവസ്ഥയിൽ എന്തായാലും എനിക്ക് അമ്മയെ വിട്ടിട്ട് വരാൻ വേണ്ടി പറ്റില്ല. കാരണം സച്ചിയേട്ടൻ വന്ന് നോക്കിയാലും അമ്മയ്ക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിൽക്കണ്ടേന്ന് ചോദിക്കുവാണേ. അത് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആ പൗഡർ എടുത്ത് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ, എന്നിട്ട് നീ ഇങ്ങോട്ടേക്ക് വാ. എന്തായാലും കല്യാണം മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇല്ല സച്ചേട്ടാ, അമ്മയെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അവിടെ എല്ലാവരും എത്തിയോ എന്നുള്ള കാര്യമാണ് രേവതി ചോദിക്കുന്നത്. എത്തിയെന്ന് പറഞ്ഞ് കേട്ട ഉടനെ തന്നെ വീഡിയോ കോളിൽ വരാൻ വേണ്ടിയിട്ട് പറയാണ്. വീഡിയോ കോൾ എന്ന് കേൾക്കുമ്പോഴേക്ക് സച്ചി ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്താണ് റൊമാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം സച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് രേവതി വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടല്ല സച്ചേട്ടാ, അവിടെ ചേച്ചിമാരും ദേവും എല്ലാവരും വന്നിട്ടില്ലേ, വീഡിയോ കോളിലൂടെ ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തരാന്ന് പറയണേ. ഓ രേവതി, ഇതും നല്ല ഐഡിയ തന്നെയാണ് കേട്ടോ. നീ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു, നീ വലിയൊരു ബിസിനസ് വുമൺ ആയ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര രേവതിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണേ. നല്ലൊരു ഐഡിയ ആണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടോ സച്ചി ചോദിക്കുന്നത്. എന്നെക്കാളും നന്നായിട്ട് ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതുപോലെ ചെയ്തോളും. അവിടുത്തെ ജോലിയും നടക്കും, ഇവിടെ എനിക്ക് അമ്മയെ നോക്കുകയും ചെയ്യാം. സച്ചിയേട്ടൻ എല്ലാവരുടെ കാര്യം പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്താൽ മതി, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണേ. അങ്ങനെയാണെങ്കിൽ സച്ചിയും ഓക്കെ പറയുന്നുണ്ട്. നീ അമ്മയെ നോക്കിക്കോ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം സച്ചി എല്ലാ ചേച്ചിമാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. രേവതി എടുത്ത ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ദൈവമാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്നും കൂടെ ടെൻഷൻ അടിക്കണ്ട, ചേച്ചി ഇവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യും, ചേച്ചി പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുവാണേ. അങ്ങനെ രേവതി ആണെങ്കിൽ പച്ചക്കറി എല്ലാം അരിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ രേവതി ഇവിടുന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റിയില്ലല്ലോ, ആ സന്തോഷത്തില് ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ചിരിച്ച് ഭയങ്കര സന്തോഷമായിട്ട് ബെഡിൽ ഇങ്ങനെ സൂയിച്ച് കിടക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. പുറത്ത് നടക്കുന്ന കാര്യം എന്താന്നുള്ള കാര്യം ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ. സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൂപ്പ് ഉണ്ടാക്കിയിട്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് വരുന്നുണ്ട്. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് എത്ര നേരമായെന്ന് ചോദിക്കുമ്പോൾ, ഇതാ അമ്മേ സൂപ്പ് റെഡിയാന്ന് പറഞ്ഞ് കൊടുക്കുവാണേ. എന്തായാലും രേവതി പുറത്ത് പോയിട്ടൊന്നുമില്ലല്ലോ, സൂപ്പ് ഇച്ചിരി നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സമയം ചന്ദ്രമതിക്ക് വേറൊന്നും പറഞ്ഞിട്ട് അവളെ അവിടെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് മേടിച്ച് കുടിക്കുന്നൊക്കെ ഉണ്ടേ. സൂപ്പ് കുടിച്ചതിന് ശേഷം അമ്മ ഇപ്പൊ കുറവുണ്ടോന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഇത് വൈകുന്നേരം ആകും ശരിയാവാൻ വേണ്ടിയിട്ട്, എന്താ നിനക്ക് എന്നെ ഇവിടെ വിട്ടിട്ട് പോകണമെന്നുണ്ടോന്ന് ചോദിക്കുവാണേ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് പൊക്കോ. വേണ്ട അമ്മ, എനിക്ക് പോവൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ പറഞ്ഞു വിടുവാണേ. ചൂടുവെള്ളം റെഡിയാക്കുന്നതിനിടയ്ക്ക് സച്ചി വീണ്ടും വിളിക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി. അപ്പോഴും ചൂടുവെള്ളമൊക്കെ എടുത്ത് കിഴി പിടിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയ്ക്ക് അരികിലേക്ക് എത്തുവാണ്. ചൂട് പിടിക്കുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളുന്നുണ്ട് കേട്ടോ ചന്ദ്രയുടെ. ചന്ദ്രയ്ക്ക് മേല് വെക്കാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ ചന്ദ്ര, കാരണം കൈക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചൂട് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചൂടുള്ള പിടിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ നല്ല വേദനയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ അത് ഒപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചത്തേക്ക് എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കിയെന്നുള്ള കാര്യം പറയുമ്പോൾ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തനിക്ക് അതൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. രസവും അതുപോലെ തന്നെ ക്യാരറ്റ് കൊണ്ട് മറ്റെന്തോ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാനൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇപ്പോഴൊന്ന് രേവതി ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ നാളെയാണോ എന്ന് ചന്ദ്ര തിരിച്ചു ചോദിക്കുകയാണ്. അങ്ങനെ രേവതി അവിടെ തന്നെ മടിച്ചു നിൽക്കുവാണ്. നീ വേഗം പോയിട്ട് ഉണ്ടാക്കടി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുന്നുണ്ട് അവിടുന്ന്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കൂടി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് രേവതി നീ സാധാരണ ഒരാളല്ല, അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നീ ഇത്രയും ഭംഗിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തില്ലേ. എനിക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു രേവതി, പക്ഷേ നീ വേറെ ലെവലാണ്. രേവതി മാനേജർ വന്നു കഴിഞ്ഞാൽ ചോദിക്കും, ഈ പെൺകുട്ടി വരാതെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന്. രേവതി നീ ജയിച്ചു കേട്ടോ, ശരിക്കും നീ ജയിച്ചു. നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു എന്ന് രേവതി തിരിച്ചും പറയുന്നുണ്ട്. അതുമാത്രമല്ല എല്ലാവരുടെ അടുത്തും നന്ദി പറയാൻ കൂടി പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ആ സ്റ്റേജ് ഡെക്കറേഷൻ
ഡെക്കറേഷൻ ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ട് സച്ചിയുടെ അടുത്ത് രേവതി പറയുന്നുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുവാണേ. അതേസമയം ചന്ദ്രയാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവള് പുറത്തു പോകണം എന്നുള്ള കാര്യം പറഞ്ഞതല്ലേ, ഇന്ന് എന്തായാലും നിനക്ക് വന്ന ഓർഡർ പോയി, നന്നായിട്ടുണ്ട് രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് കൂശുമ്പത്തിയെ പോലെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. നീ അവസാനം വരെ പൂ കെട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ വിശേഷങ്ങളെ കുറിച്ചിട്ട് ഹേമയുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഹേമയുടെ ഒരു കൂടെ ജോലി ചെയ്യുന്ന ആള് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. രേവതി ഒരിക്കലും ഡെക്കറേഷൻസ് നല്ല രീതിയിൽ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ഹേമ ചന്ദ്രമതിയോട് ഇപ്പം ചേർന്നിട്ട് ഇങ്ങനെ ഒരു പണി ചെയ്തത്. എന്നാൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ രേവതി ഫോണിലൂടെ വീഡിയോയിലൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഹേമയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ഹേമയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രമതി അങ്ങ് വിളിക്കുവാണേ. ഫോൺ എടുത്ത ഉടനെ തന്നെ ഹേമയെ, നീ പറഞ്ഞതുപോലെ തന്നെ രേവതിയെ മണ്ഡപത്തിലേക്ക് പോവാതെ ഞാൻ തടുത്തു വെച്ചു. അവളെ എങ്ങനെ ഇവിടെ തടഞ്ഞു നിർത്തും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഒരു അഭിനയം കാഴ്ചവെക്കുകയും എന്റെ കൈക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹേമയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആ ഓർഡർ എന്തായാലും അവളുടെ കൈവിട്ട് പോയിട്ടുണ്ടാകും. ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചു എന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ പറയുവാണേ. ഹേമയെ ഒരു അക്ഷരം പോലും മിണ്ടാൻ അങ്ങോട്ട് അനുവദിക്കാതെയാണ് ചന്ദ്രമതിയുടെ സംസാരം മൊത്തം. നിങ്ങൾ എന്ത് തേങ്ങയാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, നിങ്ങളൊന്ന് പോയി പണി നോക്കുവോ. ആ മണ്ഡപത്തില് കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ചന്ദ്രമതി വിശ്വസിക്കാനാവാതെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പൂക്കാരി മരുമകളുണ്ടല്ലോ, നിങ്ങളെക്കാളും ബുദ്ധിശാലിയാണ്, അവള് എല്ലാ ജോലിയും അവിടെ തീർത്തു. നിങ്ങൾ എന്താ ഈ പറയുന്നത്, അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അവളെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞാന് ചൂടുവെള്ളം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പണി എടുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല. അവളെ നിങ്ങളുടെ വീട്ടിൽ ജോലിയെല്ലാം ചെയ്തിട്ട് അവളുടെ ജോലിയും ചെയ്തു തീർത്തു. അതെങ്ങനെയാണ് അവൾക്ക് രണ്ട് സ്ഥലത്തും ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അവൾക്ക് വല്ല മന്ത്രം അറിയോന്ന് ചോദിക്കാനുണ്ട് ചന്ദ്ര. അവൾക്ക് മന്ത്രമല്ല തന്ത്രം അറിയാം. അവള് വീട്ടിലിരുന്നു കൊണ്ട് ഫോണിൽ വീഡിയോ കോൾ ചെയ്തിട്ട് അവളുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവള് ജോലി തീർത്തു, അതും ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട്. വീഡിയോ കോളിലൊന്നും ഭയങ്കര ഷോക്കായിട്ട് ചന്ദ്ര ചോദിക്കുമ്പോ, നിങ്ങളുടെ മരുമകളുണ്ടല്ലോ നിങ്ങളെക്കാളും ബുദ്ധിശാലിയാണ്, അധികം വൈകാതെ തന്നെ നിങ്ങളെ ചവിട്ടി തേച്ചിട്ട് അവള് മുകളിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. നിങ്ങൾ പറഞ്ഞത് കൊണ്ടല്ലേ അവളെ ഞാൻ ഈ വീട് വിട്ട് പുറത്തിറങ്ങാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുള്ള കാര്യം അറിയായിരുന്നെങ്കിൽ അവളെ ഞാൻ എന്റെ കൺമുമ്പ് തന്നെ നിർത്തിയാണ്. അവളിങ്ങനെ വീഡിയോ കോളിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യം എനിക്കെങ്ങനെ അറിയുന്നത്? അവളെ ഞാന് ഒരു മിനിറ്റ് ഇരുത്താതെ ഓരോരോ ജോലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവൾ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നുള്ള കാര്യം എനിക്കിങ്ങനെ അറിയാമെന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും, നിങ്ങളടുത്ത് കാര്യങ്ങൾ ഏൽപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതി, വെക്കി ഫോൺ എന്ന് പറഞ്ഞിട്ട് ഹേമ ദേഷ്യം പിടിച്ചിട്ട് ഫോൺ വെക്കുവാണ്. ഇതെല്ലാം പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരും അറിയാൻ വേണ്ടി പോവുകയാണ്. ചന്ദ്രമതി കാരണമാണ് രേവതി ആ മണ്ഡപ ഡെക്കറേഷൻ ഓർഡറിന് പുറത്തു പോകാൻ വേണ്ടി പറ്റാണ്ടിരുന്നത്. ചന്ദ്രമതിയുടെ അഭിനയമായിരുന്നു ഇത് എല്ലാം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. അത് മാത്രമല്ല ഹേമയുമായിട്ട് ചേർന്നിട്ടാണ് ചന്ദ്രമതി ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചന്ദ്രമതിയെ പൊളിച്ചടക്കുന്ന രീതിയിൽ സച്ചി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക്